സന്തോഷത്തോടെ ഹല്ലേലൂയ. ലോകമെമ്പാടുമുള്ള നൈറ്റ് വിൽ പ്രേക്ഷകരെ യേശുവിൻ്റെ നാമത്തിൽ ദൈവാരാധനയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അത്ഭുതകരമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ തിരുമനസ്സാകുന്ന ഈ ആരാധനയുടെ നിമിഷങ്ങളിലേക്ക് ഒരു മനസ്സോടെ നമുക്ക് പ്രവേശിക്കാം. ലോകത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിത്തീരും. നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 84-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാസസ്ഥലം ഏതാണ്? ദൈവസ്തുതി, ദൈവ ആരാധന ഉയരുന്ന സ്ഥലം, ദൈവം വസിക്കാൻ തിരഞ്ഞെടുക്കുന്ന സമയമാണ്. നിന്റെ കുടുംബത്തിൽ, നിന്റെ സാഹചര്യങ്ങളിൽ ഈ ദൈവ ആരാധനയിൽ നീ ഒന്നായി ചേരുമെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഒരു മേഘം പോലെ സാന്നിധ്യമായി, ശക്തിയായി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ വന്നു നിറയുന്ന സമയം. നമുക്കായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് സ്നേഹത്തോടെ 2 കരങ്ങളും ഉയർത്തി, ഉണർവോടെ 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് അല്പസമയം കർത്താവിനെ സ്വതന്ത്രമായി ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന സന്തോഷത്തോടെ, സ്നേഹത്തോടെ ചെറിയവരും വലിയവരും ചേർന്ന് ആരാധിക്കട്ടെ. കുഞ്ഞുങ്ങൾ കർത്താവിനെ ആരാധിക്കട്ടെ. രോഗികളായിരിക്കുന്നവർ കർത്താവിനെ വിളിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. സ്തുതിയുടെ ദൈവം, ഇസ്രായേലിന്റെ പരിശുദ്ധൻ, അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ സമാധാനം നൽകുന്ന ദൈവമാണ്. അവൻ പരിശുദ്ധിയാത്മയെ നിറയ്ക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. സ്തോത്രം, 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 സ്തോത്രം. റാഫ യഹോവ, എന്നെ സൗഖ്യമാക്കും. ഓ ഗ്ലോറി, ഗ്ലോറി. സംവാ യഹോവ, എങ്ങും അവനുണ്ട്. ഈ ദൈവമെന്റെ ദൈവം, എൻ പിതാവല്ലോ, എന്താനന്ദം. ഈ ദൈവമെന്റെ ദൈവം, എൻ പിതാവല്ലോ, എന്താനന്ദം. കരങ്ങളടിക്കാമോ? ചേർന്ന് ചെറിയവരും വലിയവരും ദയവായി കുഞ്ഞുങ്ങൾ ചേർന്ന് ആരാധിച്ചാട്ടെ. ദൈവമഹത്വം നമ്മുടെ കുടുംബങ്ങളിൽ നിറയുന്നു, നമ്മുടെ സമൂഹത്തിൽ നിറയാൻ ഇതാ സ്വർഗം അനുവദിക്കുന്ന സമയം. ചേർന്ന് ആരാധിക്കാം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, എൻ്റെ ദൈവം, ഇല്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ, എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, എൻ പിതാവല്ലോ, എന്താനന്ദം. ഓ സർവശക്തനാണല്ലോ കരങ്ങളൊന്ന് ഉയർത്തിയടിക്കാമോ? എൻ്റെ ദൈവം, ഇല്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ല അസാധ്യമായൊന്നുമില്ല. ആനന്ദിച്ച്, ആനന്ദിച്ച്, ആനന്ദിച്ച് ദൈവ സാന്നിധ്യം നമ്മൾ നിറയുന്നു. ദൈവിക വിടുതൽ നമ്മൾ നിറയട്ടെ. ഹൃദയം ഉയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേ ഒന്ന് വിളിക്കാമോ? എൻ്റെ യേശുവേ, ആനന്ദിച്ച്
സന്തോഷിച്ച് യഹോവ എന്നെ സൗഖ്യമാക്കും. ഷമ്മാ യഹോവ എങ്ങും അവനുണ്ട്. റാഫാ യഹോവ യഹോവ എന്നെ സൗഖ്യമാക്കും. സൗഖ്യമാക്കും. ഷമ്മാ യഹോവ യഹോവ എന്നും അവനുണ്ട്. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല അസാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല അസാധ്യമായൊന്നുമില്ല. കരമൊന്ന് ഉയർത്തിയടിച്ച് ദൈവശക്തി നമ്മൾ ഇന്നറിയുന്നത് ഏറ്റെടുത്ത് അനുഭവിച്ചുകൊണ്ട് അവന്റെ പരിശുദ്ധി, അവന്റെ സമാധാനം, അവന്റെ സ്നേഹം ഇതാ നമ്മുടെ കൂടാരങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ആത്മാവിൽ നിറയുന്നു. സ്നേഹത്തോടെ ആരാധിക്കാം. ശാലോം യഹോവ എന്റെ സമാധാനം. നിസ്സി യഹോവ എന്റെ ജയക്കൊടിയാ. ശാലോം യഹോവ യഹോവ എന്റെ സമാധാനം. സമാധാനം. നിസ്സി യഹോവ യഹോവ എന്റെ ജയക്കൊടിയാ. ആനന്ദിച്ച് ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല അസാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല അസാധ്യമായൊന്നുമില്ല. രണ്ട് കരങ്ങളെയും ഉയർത്തിയായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് അവന്റെ മഹത്വത്തെ സ്വീകരിച്ച് ഒന്ന് കർത്താവിനെ ആരാധിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? ഹല്ലേലൂയ. ഓ സ്തോത്രം പിതാവേ, സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ ശാലോം യഹോവ എന്റെ സമാധാനം. നിസ്സി യഹോവ എന്റെ ജയക്കൊടിയാ. ശാലോം യഹോവ യഹോവ എന്റെ സമാധാനം. സമാധാനം. നിസ്സി യഹോവ യഹോവ എന്റെ ജയക്കൊടിയാ. ഈ ദൈവം എന്റെ ദൈവം, ആമേൻ, ആമേൻ, എൻ ആമേൻ. പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഓ സർവശക്തനായ കരമൊന്ന് ഉയർത്തിയടിക്കാമോ? ഇല്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ശക്തി നിറയുന്നു, കൃപയിതാ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. യേശു തൊടുന്നു, യേശു സൗഖ്യം നൽകുന്നു, തന്റെ പരിശുദ്ധി നിറയ്ക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാവരും കർത്താവിനെ ആരാധിക്കട്ടെ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ സമൂഹത്തിൽ തന്റെ ശക്തി, തന്റെ സാന്നിധ്യം, തന്റെ പരിശുദ്ധീത അവിടുന്ന് നിറയ്ക്കുന്നു. ഏറ്റെടുക്കുക, അവിടുത്തെ വിളിക്കുക. യേശുവേ ആരാധന, ആരാധന.
ഈ നിമിഷം ഈ ആരാധനയുടെ നടുവിൽ പോലും മനസ്സ് കലങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൃദയങ്ങളോട് ദൈവത്തിൻ്റെ വചനം സന്ദേശമായി ഇപ്പോൾ പറയുന്നു. വെളിപാട് 5:5, കരയാതിരിക്കൂ. യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരയാതിരിക്കൂ. യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടോ, അതെല്ലാം തകർക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ കരവത്തിൽ ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഏതാണ് നാമം എന്ന് ചോദിച്ചാൽ ഒന്ന് സ്വരം ഉയർത്തി പറയാമോ? യേശുവിന്റെ നാമം. ഹല്ലേലൂയ. പലരും ഇപ്പോഴും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. കുടുംബത്തിൽ നാം ഒരുമിച്ചായിരുന്നുകൊണ്ട് വലത് കൈ ഉയർത്തി എന്ന് പറയുന്നത് അത് എന്റെ യേശുവിന്റെ നാമമാണെന്ന് പറയാമോ? എന്റെ യേശുവിന്റെ നാമമാണ്, എന്റെ യേശുവിന്റെ നാമമാണ്, എന്റെ യേശു. ആമേൻ. എന്റെ യേശുവിന്റെ നാമമാണ്, എന്റെ യേശുവിന്റെ നാമമാണ്. റോമ 10:9 വീണ്ടും നമ്മളോട് പറയുന്നു, ആകയാൽ യേശു കർത്താവാണെന്ന് അതിരും കണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഞാൻ വിശ്വസിച്ചത് ഞാൻ ഏറ്റു പറയാൻ ഞാൻ രക്ഷ പ്രാപിക്കും. ബാബുച്ചേട്ടൻ വിശ്വസിച്ച് ബാബുച്ചേട്ടൻ ഏറ്റു പറഞ്ഞാൽ ബാബുച്ചേട്ടൻ രക്ഷ പ്രാപിക്കും. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കണമെങ്കിൽ നാം ഏറ്റു പറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിച്ച് നാം ഏറ്റു പറയുമ്പോൾ ആരെല്ലാം ഇതുപോലെ യേശുവിന്റെ നാമത്തെ വിശ്വസിച്ച് ഏറ്റു പറയുന്നുവോ അവർ രക്ഷ പ്രാപിക്കും. ഉറപ്പോടെ വിശ്വാസത്തോടെ കരവൃത്തി ഒരിക്കൽ കൂടി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് യേശുവിന്റെ നാമത്തെ നമുക്ക് ഘോഷിക്കാം. ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതുകൊണ്ട് പാടി നാം പ്രാർത്ഥിക്കണം. യേശു ആരിലും വലിയവനാണ്, യേശു ആരിലും വലിയവനാണ്. അവിടുത്തെ രക്ഷയെ സ്നേഹിക്കുന്നവർ അവിടുന്ന് വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ എന്നുള്ള ദൈവത്തിന്റെ തിരുവചനം നാം പാടി പ്രാർത്ഥിക്കണം. യേശു ആരിലും വലിയവൻ, എന്റെ യേശു ആരിലും വലിയവൻ. ഞാൻ എന്തെല്ലാം പ്രശ്നത്തിന്റെ പ്രതിബന്ധങ്ങളുടെ നടുവിലാണെങ്കിലും എന്റെ യേശു അതിനെല്ലാം മുകളിൽ, എന്റെ യേശു അതിനെല്ലാം മുകളിൽ, യേശു ആരിലും വലിയവൻ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യേശു ആരിലും വലിയവൻ. ആമേൻ, 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 ആമേൻ. യേശു, 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 യേശു അവനാരിലും വലിയവൻ. യേശു, യേശു അവനാരിലും മതിയായവൻ. പാടാം. യേശുവാരിലും വലിയവൻ, യേശുവാരിലും വലിയവൻ. ഹൃദയം കൊണ്ട് പാടി പ്രാർത്ഥിക്കട്ടെ. എന്റെ യേശു ആരിലും വലിയവൻ, എന്നെ സൗഖ്യമാക്കാൻ കഴിവുള്ളവൻ, എന്നെ ബലപ്പെടുത്താൻ കഴിവുള്ളവൻ, എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, ഓ സ്തോത്രം, ഓ സ്തോത്രം. യേശു, അത് യേശു, യേശു അവനാരിലും വലിയവൻ. യേശു, യേശു അവനാരിലും മതിയായവൻ. യേശു, യേശു അവനാരിലും വലിയവൻ. യേശു, യേശു അവനാരിലും മതിയായവൻ. കുടുംബമായി വീണ്ടും ആവർത്തിക്കാം. യേശു, യേശു, യേശു അവനാരിലും വലിയവൻ. യേശു, യേശു അവനാരിലും മതിയായവൻ. റോമാലേഖനത്തിലൂടെ വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പ്രകാരം ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്
അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുത്തെ സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ആമേൻ. അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ഓ, സ്തോത്രം. അവിടുത്തെ സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ആമേൻ. പ്രിയ ദൈവവേദലേ, ഈ രാത്രിയിൽ നീ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിന്റെ കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട് എങ്കിൽ, നിന്റെ ജീവിതത്തിൽ നിരാശ വളർന്നിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ നീ ദുഃഖത്തോടെയാണ് ആയിരിക്കുന്നത് എങ്കിൽ, ദൈവവേദന ഓർക്കുക. ഇവയെല്ലാം നന്മയ്ക്കായി മാറ്റുവാൻ കഴിയുന്ന സർവശക്തനായ കർത്താവിന്റെ മുൻപിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ നൊമ്പരങ്ങൾ, നമ്മുടെ വേദനകൾ, ഒരുപക്ഷെ നാം ആരും അറിയാതെ ഒഴുക്കിയ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ പോലും നന്മയാക്കി മാറ്റുവാൻ കഴിയുന്ന സർവശക്തനായ കർത്താവിന്റെ മുൻപിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ആരും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മെക്കുറിച്ച് വ്യക്തമായ പദ്ധതികളുള്ളവൻ, നമ്മുടെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായ പദ്ധതികൾ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു നല്ല കർത്താവിന്റെ മുൻപിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ആകയാൽ നീ കരയേണ്ട, നിന്റെ കണ്ണുനീർ തുടച്ച് ആ നല്ല കർത്താവിന്റെ മുൻപിലേക്ക് നിന്റെ ജീവിതത്തെ ഈ രാത്രിയിൽ നീ സമർപ്പിക്കുമെങ്കിൽ നിശ്ചയമായും അവൻ നിന്റെ ജീവിതത്തെ അനുഗ്രഹിച്ചുയർത്തും. ഇരു കരങ്ങളെ ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചൊന്ന് ആരാധിക്കട്ടെ. നിന്റെ കർത്താവിന്റെ മുൻപിൽ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ടെന്ന് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ചേർന്ന് ആരാധിക്കാം. സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ച നമുക്കൊരു കിടുമവനധികം. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ വിശ്വാസത്തോടെ ബോധ്യത്തോടെ നന്മയ്ക്കായി ഭവിച്ചിടുന്നു. കൃപയരുളിടുമേ ബലമണിക്കുമേ, ബലപ്പെടുത്തുന്ന കർത്താവ്. കൃപയരുളിടുമേ ബലമണിക്കുമേ, മധുരമായി മാറ്റിടുമേ. നിന്റെ ജീവിതത്തെ മധുരമാക്കി മാറ്റുന്നവൻ, മധുരമായി മാറ്റിടുമേ. കരങ്ങളെ ഉയർത്തി വിളിക്കുന്ന യേശു, 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 എന്റെ യേശു. അവനാരിലും വലിയവൻ, അവനാരിലും വലിയവൻ. യേശു, 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 അവനാരിലും മതിയായവൻ. യേശു എനിക്ക് മതിയായവൻ. യേശു, യേശു, അവനാരിലും വലിയവൻ. ചേർന്ന് ചേർന്ന് ആരാധിക്കാം. യേശു, യേശു, അവനാരിലും മതിയായവൻ. ഇരുവിലധികം കർത്താവിന്റെ സാന്നിധ്യം നമ്മളെ നിറയട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. അവന്റെ മഹത്വം ഇതാ നമ്മൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. രോഗികളെ അവൻ സൗഖ്യമാക്കുന്നു, ഹൃദയം തകർന്നവരെ അവൻ ആശ്വസിപ്പിക്കുന്നു. ഏറ്റെടുക്കുക പ്രിയപ്പെട്ടവരെ, അവന്റെ ശക്തി ഇതാ നിന്നിൽ നിറയുന്നു. സ്തോത്രം. കണ്ണുനീ താഴ്വരകൾ ജീവജല നദിയാക്കുമവൻ. രോഗത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ. കണ്ണുനീർ താഴ്വരകൾ യേശുവേ. ജീവജലനദിയാക്കുമവൻ. ആമേൻ, ആമേൻ, ആമേൻ. രോഗത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ. സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ, സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ, സ്നേഹക്കോടി കീഴിൽ നയിക്കുമവൻ. സ്നേഹക്കോടി കീഴിൽ
സഹായിക്കുമവൻ. യേശു, യേശു, എല്ലാവരും ചേർന്ന് വിളിക്കുന്നു, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. യേശു, യേശു, അവനാരിലും മതിയായവൻ. യേശു, 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 അവനാരിലും വലിയവൻ. യേശു, 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 അവനാരിലും മതിയായവൻ. യേശു, യേശു, ശക്തി ഇതാ നിറയുന്നു, രോഗികളുടെ മേൽ സൗഖ്യം ഇതായിരിക്കുന്നു. യേശു, യേശു, അവനാരിലും മതിയായവൻ. എന്റെ സ്നേഹമേ, എന്റെ യേശുവേ, എന്റെ സൗഖ്യമേ, എന്റെ സൗഖ്യമേ. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് താഴ്മയോടെ ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ കാത്തു നിൽക്കുന്ന ഒരു കർത്താവിൻ്റെ മുൻപിലാണ് നമ്മളായിരിക്കുന്നത്. വിശ്വാസത്തോടെ അവൻ്റെ നാമത്തെ ഈ സമയങ്ങളിൽ നാം പ്രഘോഷിക്കും. നാം വിചാരിക്കുന്നതിനേക്കാൾ അളവിൽ സ്വർഗത്തിന്റെ കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് രാത്രിയിൽ അവൻ പകരും. നിന്റെ രോഗക്കിടക്കയിലേക്ക് അവൻ ഇറങ്ങി വരും. നിന്റെ തകർച്ചയുടെ അവസ്ഥകളിലേക്ക് നിന്റെ കർത്താവ് ഇറങ്ങി വരും. നീ വിശ്വസിക്കണം. ഒരു പക്ഷേ ലോകത്തിൽ ആർക്കും നിന്നെ സഹായിക്കുവാൻ കഴിയുന്നില്ലായിരിക്കും. എന്നാൽ നിന്നെ സഹായിക്കുവാൻ കഴിയുന്ന കർത്താവ് ഈ രാത്രിയിൽ നിന്നെ സന്ദർശിക്കും. നീ വിശ്വസിക്കണം. പ്രിയമുള്ളവരെ, വിശ്വസിച്ച് അവന്റെ നാമത്തെ നീ ഏറ്റുപറയുവാൻ തയ്യാറാകുമ്പോൾ നിശ്ചയമായും നിന്റെ ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കി അവൻ മാറ്റും. നിന്റെ കുടുംബത്തെ ഒരു അനുഗ്രഹമാക്കി അവൻ മാറ്റും. നിന്റെ ജീവിത സാഹചര്യങ്ങളെ അനുഗ്രഹമാക്കി അവൻ മാറ്റും. നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. വിശ്വസിച്ചുകൊണ്ട് അവന്റെ നാമത്തെ ഒരിക്കൽ കൂടി പ്രഘോഷിക്കുവാൻ ഇരു കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുക. എന്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ സമയങ്ങളെന്ന് പ്രാർത്ഥിക്കട്ടെ. എന്റെ യേശു രാത്രിയിൽ എന്നെ സന്ദർശിക്കും. എന്റെ ജീവിതത്തെ അവൻ അനുഗ്രഹമാക്കി മാറ്റും. എന്റെ രോഗത്തെ രാത്രിയിൽ അവൻ സൗഖ്യമാക്കും. വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കുന്നു. അവിടുന്ന് എന്നെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ് എന്ന്, മതിയായവനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ യേശു ആരിലും മതിയായവൻ. യേശു, യേശു, വിശ്വസിക്കുന്നു. അവനാരിലും വലിയവൻ. യേശു, യേശു, അവനാരിലും മതിയായവൻ. വിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ യേശു,